ഒരു നോർമൽ രീതിയിൽ തെറാപ്പി ചെയ്യണമെങ്കിൽ ഒരു 25 to 45,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ ചെലവ് വരും. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ തെറാപ്പി എന്ന് പറയുന്നത് ഇത് ശരിക്കും ലൈഫ് ലോങ് ആണോ? ലൈഫ് ലോങ് ആണ് ആക്ച്വലി വേണ്ടത്. സീരിയസ്ലി നമ്മൾ ഒരു കൊച്ചിനെ റീഹാബ് സ്റ്റാർട്ട് ചെയ്താൽ ടിൽ ദ എൻഡ് ഓഫ് ലൈഫ് വരെ ഈ തെറാപ്പികൾ പോകണം. ബിറ്റ്വീൻ സ്റ്റോപ്പ് ആവുന്നതനുസരിച്ച് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ നോർമലി ഒരു കുട്ടി പഠനം തുടങ്ങി, അവന് പ്രീ സ്കൂളും പ്രൈമറിയും എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന എന്താ പറയുന്ന ഡിഗ്രി ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ അവൻ പഠിത്തം നിർത്തുവാണ്, അല്ലെങ്കിൽ അവൻ്റെ ജോബിലേക്ക് കയറിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ ജോലി തുടങ്ങിയിട്ടില്ല, അവൻ പഠിത്തം നിർത്തി കഴിഞ്ഞാൽ അതേ അവസ്ഥ തന്നെയാണ് ഈ കൊച്ചിനുണ്ടാവുക. ആള് പെട്ടെന്ന് ഡൗൺ ആയി, വീട്ടിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളെന്നുള്ള രീതിയിലേക്ക് മൈൻഡ് സെൽഫ് എസ്റ്റീം ഡൗൺ ആയി പോകും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റീഹാബ് കണ്ടിന്യൂ കൊടുത്തോണ്ടിരുന്നത് ഇവന്റെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യും, ഇവനും നാളെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചുള്ള തോട്ട് ഇവന്റെ മനസ്സിൽ വരികയും ഇവന്റെ റെസ്പെക്ട്, മറ്റുള്ളവർ ഇവനെ റെസ്പെക്ട് ചെയ്യുന്ന, ഇതെല്ലാം ഈ ഒരു സോഷ്യൽ ലൈഫ് എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇവന് അത്യാവശ്യമാണ്, ഇവന്റെ മരണം വരെയും ഇവന് ആസ് എ പേഴ്സൺ ആയിട്ട് ജീവിക്കാനായിട്ട്. ഇത് നോർമലി നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം ഒരു 18 yearsോട് കൂടി ഇതെല്ലാം കഴിയും. എന്ത് കോസ്റ്റ് വരും ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ? ട്രീറ്റ്മെന്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു നോർമൽ രീതിയിൽ തെറാപ്പി ചെയ്യണമെങ്കിൽ ഒരു 25 to 45,000 പെർ മന്ത് എന്നുള്ള രീതിയിൽ ചെലവ് വരും.